മുമ്പ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ, ഈ അസ്ഹാബുൽ യമീനിന്റെ സൗകര്യം അള്ളാഹു തന്നു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും രക്ഷപ്പെട്ടു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഞമ്മക്കൊന്നും ഈ കാര്യത്തിൽ യാതൊരു ബേജാറുമില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ സദസ്സിൽ വെച്ച് ഒരിക്കൽ പരലോക ചർച്ച നടക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ അധ്യക്ഷതയിൽ ആ പരലോക ചർച്ച നടക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിൻ മംദൂദ് വളില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് എന്ന് തുടർന്ന് പറയുന്ന ആ ഭാഗങ്ങൾ ഇങ്ങനെ ഓതിയിട്ട് അദ്ദേഹം പറഞ്ഞു, ആ സുഖസൗകര്യങ്ങൾ ലഭിക്കുന്ന അസ്ഹാബുൽ യമീനിലേക്ക് പെടണം. ഒരാൾ ആഗ്രഹം പറയാലോ, അയാളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. അപ്പോൾ ആ സദസ്സിൽ നിന്ന് മറ്റൊരു സഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞത്രേ, എന്ത് അസ്ഹാബുൽ യമീനോ? അതൊക്കെ ആർക്കാ സുഹൃത്തെ വേണ്ട, അതൊക്കെ 2ാം നമ്പർ ഏർപ്പാടല്ലേ. അസ്ഹാബുൽ യമീൻ മധ്യമ വിഭാഗം സലാമത്താകുകയാണ്, കഷ്ടിച്ച് സലാമത്താകുകയാണ്. അതൊക്കെ ആർക്കാ വേണ്ടത്? എനിക്കതൊന്നും പോരാ. ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം എന്ന് പറഞ്ഞ വസാബിഖൂന സാബിഖൂന ഉലൈകൽ മുഖറബൂന ഫീ ജന്നാത്തിൻ നഈം എന്ന് പറഞ്ഞ ആ ഉത്തമ വിഭാഗത്തിന് എനിക്ക് ഉൾപ്പെടണം. ഇതൊക്കെ കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഓഹോ, വലിയ ചർച്ചയാ നിങ്ങളൊക്കെ ചെയ്യുന്നത്. അസ്ഹാബുൽ യമീനിൽ പെടണം, അതും പെട്ടാ പോരാ, മുഖറബീങ്ങളിൽ പെടണം. ഭയങ്കര ചർച്ചയാ അവിടെ നടക്കുന്നത്. എന്നാൽ നിങ്ങളെ കൂട്ടത്തിൽ ഒരു സാധുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എഴുന്നേറ്റിട്ട് പറയാൻ, ഹാഹുനാ റജുലുൻ, ഇവിടെ ഒരു മിസ്കീനായ മനുഷ്യനുണ്ട്. ഹാഹുനാ റജുലുൻ മിസ്കീൻ, ഒരു പച്ച സാധുണ്ട് കേട്ടോ ഈ സദസ്സിൽ. യവദ്ദു, അയാൾക്ക് ഒരൊറ്റ ആഗ്രഹേ ഉള്ളൂ, അന്നഹു ലം യുബ്അസ് ബഅദ മാ മാത്, മരിച്ചതിന്റെ ശേഷം അയാളെ പുനർജന്മം നൽകപ്പെട്ടില്ലെങ്കിൽ എന്ന ഒരൊറ്റ ചിന്തയേ ഉള്ളൂ മക്കളെ. കാരണം നാളെ പരലോകത്ത് പുനരുത്ഥാനം ചെയ്യിപ്പിച്ചതിന്റെ ശേഷം എന്റെ ഗതി മുഖറബീങ്ങളുടെ കൂട്ടത്തിലാണോ അസ്ഹാബുൽ യമീനിന്റെ കൂട്ടത്തിലാണോ? അതിലൊന്നും പെടാതെ അസ്ഹാബു ഷിമാലിന്റെ ലിസ്റ്റിൽ ഞാൻ പെടുവോ എന്നൊരു വല്ലാത്ത ബേജാറുള്ളത് കൊണ്ട് എനിക്ക് അതറിയാൻ തന്നെ കമ്പല്ല. ഞാൻ പുനരുത്ഥാനം ചെയ്യപ്പെട്ടില്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു പച്ച സാധു നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തന്റെ സ്വന്തം ശരീരത്തെക്കുറിച്ച് വിലയിരുത്തുകയാണ്. ഇതൊക്കെ ഈ കൂട്ടത്തിൽ ചിന്തിക്കുന്നത് നല്ലതാ. എന്നിട്ട് നമ്മളൊക്കെ ഇത് എത്തിപ്പിടിക്കാൻ എന്ത് ചെയ്തു എന്നത് ചിന്തിക്കണം. എന്ന് ചിന്തിക്കണം. അള്ളാഹു കണ്ടോ, നിങ്ങൾ ഇവരെ പറ്റി പറഞ്ഞപ്പോ ഇന്ന കാര്യം കൊണ്ടാ ഇവർക്ക് സ്വർഗം കൊടുത്തത് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇവർ കഷ്ടിച്ച് രക്ഷപ്പെടുന്നവരാണ്. പൂർണ്ണമായി അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ കിട്ടാൻ, ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പ്രത്യേകിച്ചും ദീനീ ചുറ്റുപാടിലേക്ക് വരണം. നിങ്ങൾ ഒരിക്കലും അനുഗ്രഹ ഭ്രമത്തിന്റെ പിന്നാലെ ഓടാൻ പാടില്ല. ഇന്ന് സുബ്ഹാനല്ലാഹ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വേദനാജനകമായ ചിത്രമതാണ്. എന്തിനിതിങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഓരോ ദിവസവും ഞാൻ 1-2 കാര്യങ്ങൾ ഉൾപ്പെടുത്തി പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഒരു പൊരിയെങ്കിലും ബാക്കിയുണ്ടായാൽ ചിലപ്പോൾ ഊതിയാൽ അത് കത്തും. അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ, അതൊരു ബാധ്യതയാണ്. ഇത് തീർക്കാൻ വേണ്ടി പറയുകയാണ്. ഇന്നത്തെ ലോകത്ത് ദാ നന്മയോട് മുഴുവനും പുറംതിരിഞ്ഞു നിൽക്കുകയാണ് മനുഷ്യന്മാർ. തിന്മയുടെ വക്താക്കളായി വളരുമ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞു, ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വലതൻഹവുന്ന അനിൽ മുൻകർ ഔ ലയുസല്ലിതന്നല്ലാഹു അലൈക്കും മൻ ലാ യുബജ്ജിറു കബീറക്കും വലാ യർഹമു സഗീറക്കും വയദ്ഉ ഖിയാറുക്കും ഫലാ യുസ്തജാബു ലഹും യസ്തൻസിറൂൻ ഫലാ യുൻസറൂൻ വയസ്തഗ്ഫിറൂൻ ഫലാ യുഗ്ഫറു ലഹും. നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിച്ചുകൊണ്ടിരിക്കണം, തിന്മയെ തൊട്ട് വിരോധിച്ചുകൊണ്ടിരിക്കണം. ആ ഏർപ്പാടാണ് ഈ വേദി, ആ പരിപാടി, ആ ബാധ്യത നിർവഹണമാണ് യഥാർത്ഥത്തിൽ ഈ വേദി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതില്ലെങ്കിൽ, അങ്ങനെയല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ പേരിൽ കരുണയില്ലാത്ത രാജാക്കന്മാരെ അടിച്ചേൽപ്പിക്കും.
നിങ്ങളുടെ ഭരണമാകെ താറുമാറാക്കും. നിങ്ങളെ ആദരിക്കാത്ത, വലിയവരെ ബഹുമാനിക്കാത്ത, ചെറിയവരെ ആദരിക്കാത്ത നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഉത്തമര് ദുആ ചെയ്യും പ്രശ്നങ്ങൾക്ക് വേണ്ടി, പക്ഷേ ഉത്തരം കിട്ടൂല. അവരല്ലാഹുവിനോട് സഹായം തേടും, പക്ഷേ സഹായം കിട്ടൂല. അവരല്ലാഹുവിനോട് പൊറുക്കല്ല തേടും, പക്ഷേ ആ ദിക്ർ ദുആ മജ്ലിസുകളൊന്നും സ്വീകരിക്കപ്പെടൂല. ഇങ്ങനത്തെ ഒരവസ്ഥ വരും കേട്ടോ. അത് വരാതിരിക്കണമെങ്കിൽ കണ്ടോ, ചെറിയവരെ ചെറിയവരോട് സ്നേഹം കാണിക്കാത്ത, വലിയവരെ ആദരിക്കാത്ത സമൂഹമാണ് ഇന്നുള്ളത്. പറയേണ്ടതില്ല. ഉപ്പമാരാരാണെന്നറിയില്ല, ജേട്ടന്മാരാരാണെന്നറിയില്ല, കഴിഞ്ഞുപോയ ഇമ്മത്താരാണെന്നറിയില്ല. ഉപ്പമാരെയും ജേട്ടന്മാരെയും ആദരിക്കാത്തതുപോലെ അതിലേറെ ഗൗരവമുള്ളതാണ് മുൻ ഉമ്മത്തിനെ ആദരിക്കാതിരിക്കുക. റസൂലുള്ളാഹി തങ്ങൾ ഖിയാമത്ത് നാളിന്റെ ലക്ഷണം പറഞ്ഞപ്പോ പറഞ്ഞത് വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ. സുബ്ഹാനല്ലാഹ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് തിരിഞ്ഞിട്ടില്ല. റസൂലുള്ള തെറ്റു ചെയ്യില്ല എന്ന് വാശി പിടിക്കുന്ന ഇമാം റാസി, ആ ഇമാം റാസിക്ക് തിരിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം ഭൂമിയിൽ ദ്രവിച്ചു പോകാൻ പാടില്ല. ഇമാമിങ്ങളൊക്കെ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല. അവരൊക്കെ ലോകം തിരിയാത്തവർ, അവരൊന്നും ഖുർആൻ തിരിയാത്തവർ, അവരൊന്നും ഹദീസ് അറിയാത്തവർ. അങ്ങനെ അവരെ അങ്ങ് തള്ളിവിട്ടു. കഴിഞ്ഞുപോയ മഹാന്മാരെ മുഴുവനും ആക്ഷേപിച്ചു. ഇങ്ങനെയുള്ള ഒരു സമൂഹം വരും. ആ സമൂഹം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അംറും ബിൽ മഅറൂഫും നഹിയുൻ അനിൽ മുൻകറും നടത്തിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ ദിക്ർ ദുആ മജ്ലിസുകളൊക്കെ നടക്കും, പക്ഷേ അതിനൊന്നും ഉത്തരം കിട്ടൂല. ഈ സംഭവം, ഈ ഹദീസ് ബഹുമാനപ്പെട്ട തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്ന ഗ്രന്ഥത്തിൽ അബൂ അബ്ദുല്ലാഹിൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ചെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ബഹുമാനപ്പെട്ട ഉബൈദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അല്ല, ഉബൈദുല്ലാഹി ഇബ്നു മസ്ഊദ്, അദ്ദേഹം പറഞ്ഞു, ഏറ്റവും ചുരുങ്ങിയത് അരുത് അനുജ എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അവൻ അനുസരിക്കട്ടെ അനുസരിക്കാതിരിക്കട്ടെ, ചെയ്യല്ല എന്ന് പറയൽ വലിയൊരു കാര്യമാണ്. ഹസ്ബു അഹദിക്കും ഇദാ റആ മുൻകറൻ ലാ യസ്തതീഉ തഗ്യീറഹു. ഒരാൾക്ക് പ്രതികരിക്കാൻ കഴിയാത്ത തിന്മ നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ, എനിക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല, കൈകൊണ്ട് ചെന്ന് തടുക്കാൻ കഴിയൂല, നാക്കുകൊണ്ട് പറയാനും പറ്റൂല, കൈകൊണ്ട് തടുത്താൽ ആകെ ഫസാദാണ്. ഇന്നത്തെ ലോകം അങ്ങനെയല്ലേ? വേണ്ടാത്തരം ചെയ്യുന്ന ഒരാളെ കൈകൊണ്ട് നമുക്ക് തടുക്കാൻ പറ്റുമോ? നിശാ ക്ലബ്ബുകൾ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുമോ? പറ്റൂല. അവൻ കുടുങ്ങിയത് തന്നെയാ. നമ്മൾ പൂർണ്ണമായും സൂര്യോദയം കാണാതെ കഷ്ടപ്പെടേണ്ടി വരും. കാരണം നമ്മുടെ ലോകം അതാണ്, നമ്മുടെ ഭരണം അതാണ്, നമ്മുടെ സംവിധാനം അതാണ്, നമ്മുടെ രാജ്യം അതാണ്. എന്നാൽ അവിടെയൊന്നും അല്ല. എന്നാ നാക്കുകൊണ്ട് പറയണമെന്നാ. കൈകൊണ്ട് പ്രതികരിക്കാൻ കഴിയാത്തവൻ നാക്കുകൊണ്ട് പ്രതികരിക്കണം. നാക്കുകൊണ്ട് പറഞ്ഞാൽ അവനെ മുഴുവൻ എല്ലാവരും കൂടെ ശരിയാക്കി കളയും. പറയാൻ പോലുള്ള അധികാരമില്ല. ആ ഒരു കാലടഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. പറയാൻ പോലും പറ്റൂല. അവിടേക്കാണ് ലോകം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പറയാൻ പോലും പറ്റൂല, ചെയ്യരുത്. അപ്പോ ഉബൈദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, അങ്ങനെ ഒരു ഘട്ടം വന്നാൽ നിങ്ങളോട് പറയാനുള്ളത്, ഏറ്റവും അന്ന് അംറും ബിൽ മഅറൂഫും നഹിയുൻ അനിൽ മുൻകറും നടത്തി എന്ന് പറയാൻ ആ മനുഷ്യൻ എത്ര മതി? ഹസ്ബു അഹദിക്കും ഇദാ റആ മുൻകറൻ ലാ യസ്തതിഉ തഗ്യീറഹു. മാറ്റാൻ കഴിയാത്ത ഒരു തിന്മ, തിരുത്താൻ കഴിയാത്ത ഒരു തിന്മ നമ്മൾ കണ്ടു, എനിക്കത് പറയാനുള്ള വോയിസ് പോലുമില്ല, എന്നെ കൊന്നുകളയും. ഇങ്ങനെയുള്ള ഘട്ടത്തില് അന്നവൻ അയ്യഖൂല സലാസ മർറാത്ത് അല്ലാഹുമ്മ ഹാദാ മുൻകർ, അല്ലാഹുമ്മ ഹാദാ മുൻകർ, അല്ലാഹുമ്മ ഹാദാ മുൻകർ. 3 തവണ മനസ്സിൽ തട്ടി അവൻ പറയണം. ഒരു ചീത്ത കർമ്മം കാണുമ്പോ പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ, പടച്ചോനെ ഇത് വൃത്തികേടാണ് കേട്ടോ, പടച്ചോനെ ഇത് വൃത്തികേടാണ്, പടച്ചോനെ ഇത് വൃത്തികേടാണ്, എനിക്കിത് കാണാൻ കഴിയുന്നില്ല എന്ന് അവന്റെ മാനസിക വെറുപ്പെങ്കിലും അവൻ പ്രകടിപ്പിക്കണം. 3 വട്ടം അങ്ങനെ പറഞ്ഞുകൊള്ളണം. കാരണം ഒരു നിലക്കും സാധിക്കാത്ത ഒരു ഘട്ടം വരുമ്പോ ഫലഹു ആ സവാബുമൻ അമർ